ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ നെയിം ബിജീസ് കിച്ചൺ. ഇന്ന് നമുക്ക് കുക്കറിലൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ബട്ടർ ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും വേറൊരു 100 ഗ്രാമിൻ്റെ കാൽ ഭാഗം കൂടെ എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒരു 3/4 കപ്പ് പൊടിച്ചത്, മുട്ട 3 എണ്ണം, ഇത് പിന്നെ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്ത്, പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഇത് പട്ട പൊടിച്ചത് 1 ടീസ്പൂൺ. ഓറഞ്ച് ജ്യൂസ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടാ, ഫ്രഷ് ജ്യൂസാണ്, അതൊരു 1/4 ഗ്ലാസ് ഉണ്ട്. ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മളത് അരിച്ചെടുക്കണം. ഇത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര, വാനില എസൻസ് ഒരു 1 ടീസ്പൂൺ, പിന്നെ നട്ട്സുകളും ഡ്രൈ ഫ്രൂട്ട്സുകളുമായിട്ട് ഇതിൻ്റെ അകത്തൊരു കുറച്ച് കാഷ്യൂനട്ടും ഉണ്ട്, കുറച്ച് മുന്തിരിങ്ങയുണ്ട്, കുറച്ച് ഈന്തപ്പഴം അരിഞ്ഞത്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് ചെറി. ആദ്യം നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സുകളും നട്ട്സുകളും എല്ലാം കൂടെ നമുക്കിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സുകളും ഇതൊക്കെ അളവ് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. പിന്നെ ഇത് വീണ്ടും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് അത് മിക്സ് ചെയ്തിട്ടുണ്ട്, അതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുത്ത് അതിലോട്ട് നമുക്ക് ഈ മൈദയും ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. മൈദയും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പട്ട പൊടിച്ചത്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ മുട്ട 3 പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. മുട്ട നല്ലതുപോലെ ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് ബ്രൗൺ ഷുഗർ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു അടിക്കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോണ്ട് 1/4 കപ്പ് പഞ്ചസാര നമ്മൾ വെച്ചിരുന്നത് അതെടുത്ത് ഇട്ട് ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കിത് ഒന്ന് കരിച്ചെടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകില്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ കളറ് മാറും. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്, അതൊന്ന് കുറച്ചുകൂടെ ബ്രൗൺ ആവട്ടെ. പഞ്ചസാര മൊത്തം മെൽറ്റായി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് തണുക്കാനായിട്ട് ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ബട്ടർ ഇട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഈ ബട്ടർ ഒന്ന് നമുക്ക് മെൽറ്റാക്കി നല്ലതുപോലെ മെൽറ്റാക്കിയിട്ട് നമുക്ക് പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ പഞ്ചസാര ഇടാം. ബാക്കി പഞ്ചസാരയും കൂടി ഇട്ട് ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ടാ ഓറഞ്ച് തൊലി നമുക്ക് ഇട്ട് കൊടുക്കാം, അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ മുട്ട എസൻസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓറഞ്ച് ജ്യൂസ് കൂടെ ഒഴിക്കാം. ഇനി ആ മൈദാപ്പൊടി കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് നട്ട്സുകളും ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഇടാം. നല്ലപോലെ മിക്സ് ചെയ്യണം. അതുപോലെ നമ്മൾ ആരംഭത്തിൽ ആ ബട്ടറും പഞ്ചസാരയും ഓറഞ്ച് തൊലിയൊക്കെ മെൽറ്റാക്കുന്ന സമയത്ത് അത് മുട്ട ഒഴിക്കുമ്പോൾ അതൊന്ന് പിരിഞ്ഞതുപോലെ വരും. അത് പക്ഷേ പ്രോബ്ലം ഇല്ല, അവസാനം അത് ശരിയാവും. ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം.
ഇതുപോലൊരു പാത്രത്തിൽ സൈഡിലെല്ലാം ബട്ടർ പുരട്ടിയിട്ട് നമുക്കൊരു അടിയിലൊരു ബട്ടർ പേപ്പർ വയ്ക്കാം. എന്നിട്ട് ഈ മിക്സർ ഇതിലോട്ട് ഒഴിക്കാം. ഇത് നമുക്കെല്ലാം കൂടെ ഒരേ മെഷറിൽ ആക്കാം. ബബിൾസ് എല്ലാം മാറി. ഞാൻ നേരത്തെ കുക്കർ ഒരു 5 മിനിറ്റ് നേരത്തെ ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട്. കുക്കർ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അടിയിൽ നമുക്കൊരു സ്റ്റാൻഡ് വയ്ക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇറക്കി വെക്കാം. കുക്കർ ചൂടായതുകൊണ്ട് നമുക്കൊരു പക്കട് വെച്ച് ഇറക്കി വെക്കാം. ഒരേ ലെവലിൽ വെക്കണേ. ഈ കുക്കർ നമുക്ക് വിസിൽ വെക്കേണ്ട, വിസിൽ മാറ്റി വെക്കണം. അതുപോലെ ഒരു 40-45 മിനിറ്റ് ഇത് വെക്കാം. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഒരു ടൂത്ത് പിക്കോ നൈഫോ ഇട്ട് നോക്കാം. അത് നടുക്ക് കുത്തി നോക്കണം അത് അതിൻ്റെ വെള്ളം എല്ലാം ഡ്രൈ ആയോ എങ്ങനെയാണെന്നുള്ളത്. ഒരു 40-45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം. ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റായി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം. വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. അത് വെന്തെന്നർത്ഥം. ഗ്യാസ് ഓഫാക്കാം. ഒരു 5 മിനിറ്റ് തീ ഇരിക്കട്ടെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുക്കറിൻ്റെതായ ചൂട് മനസ്സിലാക്കാൻ കഴിയും. ഈ കുക്കർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ 40 മിനിറ്റ് പറഞ്ഞെങ്കിൽ ഞാനൊരു 35 മിനിറ്റ് ആകുമ്പോഴേ ഇത് ഓഫാക്കേണ്ടി വരും. കാരണം ഇത് നല്ല ചൂടുള്ള കട്ടിയുള്ള കുക്കറാണ്. പിന്നെ അത് ഇരുന്ന് 5 മിനിറ്റ് ബേക്ക് ആയിക്കോളും. അതുകൊണ്ട് ഞാൻ ഈ 40-45 മിനിറ്റ് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കുക്കറിൻ്റെ ചൂട് നിങ്ങൾ മനസ്സിലാക്കി വേണം അത് ചെയ്യാം. ഇപ്പം ടോട്ടൽ 35 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഈ കുക്കറിന്. അത് തണുക്കട്ടെ. എടുത്തിട്ട് എന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റി നോക്കാം. മറിച്ചിട്ട് നോക്കാം. ഇനി ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വിഭവമായി വീണ്ടും നമുക്ക് കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു.